ആക്ഷൻ ഓഫ് ജീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്റീരീസ് എന്ന ചാപ്റ്ററിൽ ഒരു വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, കാരണം ഫിഗർ തന്നിട്ടൊക്കെ സ്ഥിരം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പ്രോട്ടീൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ സെല്ലിൽ വെച്ച് നടക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ DNA യിൽ നിന്നും ന്യൂക്ലിയസിനകത്ത് DNA യിൽ നിന്നും RNA, വെറും RNA അല്ല mRNA, മെസ്സഞ്ചർ RNA രൂപം കൊള്ളും. DNA യിൽ നിന്നും എന്ത് RNA രൂപം കൊള്ളുന്നത്? മെസ്സഞ്ചർ RNA mRNA രൂപം കൊള്ളുന്നു. ഓക്കെ, ആ രൂപം കൊള്ളുന്ന mRNA ന്യൂക്ലിയസിൽ നിന്ന് നേരെ എത്തിച്ചേരുന്നത് റൈബോസോമിലേക്കാണ്. എങ്ങോട്ട് എത്തിച്ചേരുന്നു? റൈബോസോമിലേക്ക് എത്തിച്ചേരുന്നു. ആ റൈബോസോമിലേക്ക് mRNA എത്തിച്ചേരുമ്പോൾ അതേപോലെ മറ്റൊരു RNA റൈബോസോമിലേക്ക് എത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, tRNA അഥവാ ട്രാൻസ്ഫർ RNA വിത്ത് അമിനോ ആസിഡ്. അവൻ വരുമ്പോൾ എന്തും കൊണ്ടാണ് വരുന്നത്? അമിനോ ആസിഡ് കൊണ്ട് വരുന്നു. അങ്ങനെ mRNA കൊണ്ടുവരുന്ന മെസ്സേജുകളും tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡും ചേർത്ത് റൈബോസോമിൽ വെച്ച് RRNA എന്ന റൈബോസോമൽ RNA പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നു. ദിസ് പ്രോസസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടീൻ സിന്തസിസ് അഥവാ ജീൻ ഓഫ് ആക്ഷൻസ്. അപ്പോൾ മനസ്സിലാക്കുക, ആദ്യം വരുന്നത് DNA യിൽ നിന്നും എന്ത് രൂപം കൊള്ളുന്നു? ന്യൂക്ലിയസിൽ വെച്ച് mRNA രൂപം കൊള്ളുന്നു. അങ്ങനെ ന്യൂക്ലിയസിൽ രൂപം കൊള്ളുന്ന mRNA അവിടെ നിന്ന് പുറത്തിറങ്ങി ആ റൈബോസോമിലേക്ക് എത്തുന്നു. ആ സമയത്ത് tRNA അമിനോ ആസിഡുമായി വന്ന് എവിടേക്ക് എത്തിച്ചേരുന്നു? യെസ്, അമിനോ ആസിഡും കൊണ്ട് റൈബോസോമിലേക്ക് എത്തിച്ചേരുന്നു. ദെൻ അത് കഴിഞ്ഞ് RRNA അവിടെ ഓൾറെഡി റൈബോസോമിലുള്ള RNA ആണ് RRNA. ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവിടെ വെച്ച് RRNAയുടെ സാന്നിധ്യത്തിൽ പ്രോട്ടീനുകൾ, അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് എന്ത് നിർമ്മിക്കുന്നു? പ്രോട്ടീൻ നിർമ്മിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്: ദ കോമൺ ടൈപ്സ് ഓഫ് RNA ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ടൈപ്സ് ഓഫ് RNA: mRNA, tRNA, RRNA. ഇങ്ങനെ 3 RNAകൾ ഇൻവോൾവ്ഡ് ആണ്. രണ്ടാമത്തെ ചോദ്യം: which RNA carrying message from DNA യിൽ നിന്ന് മെസ്സേജുകൾ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന RNA ഏതാണ്? മെസ്സേജുകൾ ക്യാരി ചെയ്യുന്ന RNA ഏതാണ്? യെസ്, സന്ദേശങ്ങൾ കൈമാറുന്ന RNA എന്ന് പറയുന്നത് മെസ്സഞ്ചർ RNA അഥവാ mRNA ആണ്. എന്നാൽ അമിനോ ആസിഡുകൾ ക്യാരി ചെയ്ത് റൈബോസോമിലേക്ക് എത്തിച്ച് പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്ന, അമിനോ ആസിഡുകൾ ചേർത്ത് പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്ന RNA ഏതാണെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവുള്ള ഏതാ? tRNA. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ചോദ്യം: ദ സൈറ്റ് അറ്റ് വിച്ച് പ്രോട്ടീൻ സിന്തസിസ് ഒക്കേഴ്സ്. പ്രോട്ടീൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവുള്ള ഏതാ? റൈബോസോം. ഫംഗ്ഷൻ ഓഫ് റൈബോസോം ചോദിച്ചാലും എന്താണ് ഉത്തരവായിരിക്കും? യെസ്,